ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ കളിക്കാൻ പോകുന്നത് കമലയാണ് ഗൈസ്. അതെ, ഞങ്ങളിന്നൊരു പൂജാരി ആവാൻ പോവാണ്. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. ഹൊറൽ ഗെയിമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്യാണ്. ഗെയിം നെറ്റ് ഒക്കെ ഓണാക്കി വേണം കളിക്കാനായിട്ട്. ഓഫ്ലൈൻ ഗെയിമല്ല. അത് തന്നെ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗെയിമിനകത്ത് ആഡ്സ് വരും ഗൈസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സഹിക്കേണ്ട വരും. അപ്പോൾ സാധാരണ പോലെ തന്നെ ഒരു സാധാരണ കല്യാണമായിരുന്നു കമലയുടെ. കമല ഭയങ്കര ഹാപ്പി ആയിരുന്നു കമലയുടെ കല്യാണത്തിൽ. അങ്ങനെയാണ് പെട്ടെന്ന് കമലക്ക് വയ്യാതെയാവുന്നത്. പെട്ടെന്നാണ് കമലക്ക് അവർക്ക് മനസ്സിലാവുന്നത് കമലയുടെ മേത്തൊരു ബാധ കൂടിയിട്ടുണ്ടെന്ന്. പെട്ടെന്ന് കമല വൈലൻ്റ് ആവുകയാണ് ഗൈസ്. എന്താ സംഭവിച്ചെന്ന് വീട്ടുകാർക്ക് നാട്ടുകാർക്ക് അറിയില്ല. പെട്ടെന്നാണ് കമലയുടെ അച്ഛനെ കമല കഴിക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ കമലയുടെ ചെറുക്കൻ അവിടെ പോയി ഒരു കത്ത് കൊടുത്ത് താന്ത്രിക്കിനെ വിളിക്കാനായി ഒരു കത്തെഴുതി. ആ താന്ത്രിക്കാണ് ഗൈസ് നമ്മളാണ് ആ താന്ത്രിക് ഗൈസ്. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോകണം, കമലയെ തളക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ പൈസ എനിക്ക് വേണം കേട്ടോ. അത് ഇല്ലാതെ ഞാൻ തളക്കൂല. ഓക്കേ, ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതേ സ്ഥലം? ഓ, നമ്മുടെ മൊബൈലിലാകുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഗൈസ്. അതൊക്കെ നമ്മൾ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കും ഗൈസ്. മൊബൈൽ പ്ലേയേഴ്സ് അങ്ങനെയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കും. അതാണ് മൊബൈൽ പ്ലേയേഴ്സിൻ്റെ പ്രത്യേകത. ഓക്കെ, PC പ്ലേയേഴ്സിനെ പോലെയല്ലേ ഗൈസ്. ഞാൻ PC പ്ലേയേഴ്സിനെ കുറ്റം പറയാനല്ല. മൊബൈൽ പ്ലേയേഴ്സിന് ഹൈ ഗ്രാഫിക്സ് ഉള്ള ഗെയിംസ് ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാം ഗൈസ്. അറിയാലോ, ഷെഡിൻ്റെ അകത്ത് പോകാം. അതേ കമലയുടെ അച്ഛൻ നിൽക്കുന്നു ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ഇതെടുക്കാം ഗൈസ്. അതിന് ശേഷം നമ്മുടെ പൈപ്പിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് കുട എടുത്തോണ്ട് വന്ന ശേഷം നമുക്ക് ആ തീ അടയ്ക്കാം. കമല തീയിട്ടിട്ട് മൊത്തം അകത്തിരുന്ന് നാഗവലി കളിക്കണമെന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ മിക്കവാറും നകുലനെ ആവേണ്ട വരും. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മുടെ കുട എടുത്തോണ്ടും വരാം. തീയുടെ ഗ്രാഫിക്സ് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, നമുക്ക് കുട എടുത്തിട്ടുണ്ട്, കുടം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അടച്ചിട്ട് കാണാം ഗൈസ്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാ ഗൈസ്, ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. കയറിയിട്ട് അകത്തോട്ടുള്ള പരിപാടി നോക്കാം. കമലേനെ പൂട്ടാനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യണം നമുക്ക്. ലോഡിങ് സ്ക്രീനൊക്കെ PC-ത്തെ പോലെ തന്നെയുണ്ട്. ആൻഡ് ഇതാണ് ഗെയിമിൻ്റെ അകത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. കൊള്ളാം, PC-യിലെ പോലെ തന്നെ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ ഫോണും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് കൊള്ളാല. ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടാവോ? ഒന്നുമില്ല. കമലൊക്കെ ഇവിടെ കോളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അടിപൊളി. അപ്പം നമുക്ക് അകത്തോട്ട് പോവാം. ഇതിപ്പോൾ അകത്ത് തന്നെയല്ലേ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ അല്ലേ ക്യാബിനറ്റ് കീ? അല്ല, ഇവിടെ അല്ല ക്യാബിനറ്റ് കീ. നമുക്ക് കമലേനെ തപ്പണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. കമല എവിടെ? കമലാക്ഷിനിയേ. ഓക്കെ, ഈ പെട്ടി തുറക്കാനുള്ള കോഡ് നമുക്ക് അണ്ടർഗ്രൗണ്ടിലാണ് കിട്ടുള്ളൂ. അത് നമുക്ക് പോയി തപ്പണം ഗൈസ്. ഓക്കെ, അതിനിടയ്ക്ക് ചാത്തൻ്റെ തല എന്തോ വേണമല്ലോ, അതെടുക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ കയറിയായിരുന്നു. തുറക്കാൻ പറ്റില്ല? ഓക്കെ, തുറക്കാൻ പറ്റും. ഇവിടെ ഒന്നുമില്ല കേട്ടോ. അതിവിടെയാണെന്ന് തോന്നുന്നു ക്യാബിനറ്റ് കീ ഉള്ളത്. യെസ്, ക്യാബിനറ്റ് കീ കിട്ടി ഗൈസ്. നമ്മുടെ ഫസ്റ്റ് സംഭവം കിട്ടി, ക്യാബിനറ്റ് കീ. ആൻഡ് ഇവിടെ വിളിക്കാൻ പറ്റും. കൊള്ളാം, അടിപൊളി. ഇവിടെ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഗോട്ടിയാടി പോകണം ഗൈസ്. ഗോട്ടിയാടാ അങ്ങനെ ആണല്ലേ പറയാ. അവിടെ പോകണം. അവിടെ പോയിട്ട് നമുക്ക് ഹോളി വാട്ടർ എടുക്കണം ഗൈസ്. അങ്ങനെയാണ്. എനിക്ക് കുറച്ചൊക്കെ അറിയാം ഗൈസ്. ഗെയിമിൻ്റെ ചെറിയ പ്രോ ആയിട്ടുണ്ട് ഞാൻ. ആൻഡ് ഇത് അടുക്കളയാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. ഓക്കെ, ഇവിടെ നമുക്ക് ഒളിക്കാനൊക്കെ പറ്റും. കൊള്ളാലോ. അപ്പോൾ നമുക്ക് ഇവിടെ വരണ്ട വരും മിക്കവാറും. കാര്യത് കമലാക്ഷിനിയല്ലേ പോയത്? കമലാക്ഷിനി ഞങ്ങളെ കണ്ട് നാണമായിട്ട് ഓടിപ്പോയിട്ടോ ഗൈസ്. പേടിച്ച് ഓടിപ്പോയി. നമുക്ക് ഏതായാലും ഒളിച്ചിരിക്കാം. ചിലപ്പോൾ കമലാക്ഷിനി അതിലെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒളിക്കണ്ട. ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കുറേ സാധനങ്ങൾ അന്വേഷിക്കാനുണ്ട്. ചിലപ്പോൾ കമല നമ്മളെ ഓടിച്ചിടാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഓടിച്ചിടാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതേനാ ഇതിലേ പോവാം ഗൈസ്. ഗണപതിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. കൊള്ളാം. ഓക്കെ, ഇവിടുത്തെ ഡോറും കാര്യങ്ങളൊക്കെ വുഡിലുണ്ടാക്കിയതാണ്. തേക്ക് മരമാണെന്ന് തോന്നുന്നു ഗൈസ്. തേക്ക് മരം. പിന്നെ അത് കയറിക്കാം. അത് ഒളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ ഒളിക്കണ ആവശ്യമില്ല. എനിക്ക് ആരെയും പേടിയില്ല.
അങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ നല്ല പേടിയുണ്ട്. ഓക്കെ, നമുക്ക് ഈ വാതിലെന്താ തന്നെ നിന്നേ? ആ കമലക്ക് ഇവിടെ അലക്സയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ഡോറാണപ്പാ, വെറുതെ അല്ല. അത് പറ, കമല വെറുതെ അല്ല. അലക്സയും കാര്യങ്ങളൊക്കെ ഉണ്ട് കമലക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല കമല. ഓക്കെ, കളിക്കാനുള്ള സമയമില്ല. ഗോട്ടിയാട്ടിലോട്ട് പോകാം ഗൈസ്. ഈ വഴി അങ്ങോട്ടല്ലേ ഗോട്ടിയാട്ടിലോട്ട് പോണത്? ഇതൊരു ഷോർട്ട് കട്ടാണ് ഗോട്ടിയാട്ടിലോട്ട് പോകാനുള്ളത്. ഞാൻ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചു ഗോട്ടിയാട്ടിലോട്ട് പോകാനുള്ള. ഓക്കെ, ഇവിടെ കയറി വിളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, കൊള്ളാം. ഇനി നമുക്ക് ക്യാബിനറ്റ് കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് അതിനകത്തുള്ള ഹോളി വാട്ടർ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ കമല നമ്മളെ പിടിക്കാൻ പറ്റും. ഒബ്ജക്റ്റ് എക്സോസിസ് കമല. ഓക്കെ, കമലേനെ ബാധ ഒഴിപ്പിക്കാനാണ് പറയുന്നത്. യെസ് ഗൈസ്, നമുക്ക് ഹോളി വാട്ടർ കിട്ടി പാണ്ടാറാൻ പിടിക്കാനായിട്ട്. ഭാഗ്യം നമ്മളെ കമല പിടിച്ചില്ല ഗൈസ്. പരസ്യം വന്ന സമയത്ത്, അല്ലാത്ത സമയത്ത് പിടിക്കാറുള്ളതാണ്. ആൻഡ് നമുക്ക് ഹോളി വാട്ടർ ഇവിടെ വെക്കുക, അവിടെ പോയി ഒളിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. വേഗം 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 ഓടറാ ഓടറാ ഓടറാ. ഞാനവിടെ സ്റ്റക്കായെങ്കിൽ കമലാക്ഷി എന്നെ പിടിച്ചാനായിരുന്നു ഗൈസ്. എന്തോ ഭാഗത്തിന് ഞാൻ രക്ഷപ്പെട്ട്. കമലക്ക് ദേഷ്യം വന്നു ഗൈസ്, നമ്മൾ ആ സംഭവം അവിടെ കൊണ്ടേ വെച്ച കാരണം. ഇനി എന്തെങ്കിലും കൊണ്ടേ വെച്ചാൽ ചിലപ്പോൾ കമല നമ്മളെ ഒന്നും കൂടി പൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിനോട് കമലേനെ ഞാൻ പൂട്ടും ഗൈസ്. മണിച്ചിത്ര താഴിട്ട് പൂട്ടും, അത് ഉറപ്പാണ്. ഓക്കെ, കമല വരുന്നുണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, കമല പോയിന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്ക് ഏതായാലും ആ സ്ഥലത്തോട്ട് പോയിട്ട് നമുക്ക് ആ പ്രെയർ പ്ലേറ്റ് എടുത്തുകൊണ്ടും വരാം. അപ്പോഴേക്കും നമുക്ക് കമല അങ്ങോട്ട് പോയിട്ടുണ്ടാകും ഗൈസ്. ഇവിടെ എവിടെയാണ് ആ പ്രെയർ പ്ലേറ്റുള്ള സ്ഥലം? യെസ്, ഇവിടെ തന്നെ. ഇവിടെ ഗ്യാസ് ഊറ്റിയൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഇതാണ് ആ സാധനം, പ്രെയർ പ്ലേറ്റ്. അപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതെടുത്തിട്ട് ഒറ്റ ഓട്ടോടാം, ഗോട്ടിയാട്ടി കൊണ്ടേ വെക്കുക, നേരെ പോയി ഒളിക്കുക ഗൈസ്. അതിനുശേഷം ആ ചാത്തൻ്റെ തലയെടുക്കുക, നേരെ പോയിട്ട് ഹോളിൽ കൊണ്ടേ വെക്കുക ഗൈസ്. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയണത്. ഓക്കെ, ഇവിടെ ഒളിക്കാനൊക്കെ പറ്റും. വെള്ളം നല്ല സെറ്റപ്പാണല്ലോ. അയ്യോ, അവിടെയാണ് കമല ഉണ്ടായത്. ഞാനിപ്പോൾ ഇവിടെ വന്ന് വിളിച്ചു പോയില്ല. ഇവിടെയാണ് കമല ഉണ്ടായത്, ഞാനിവിടെ വന്ന് വിളിച്ചു പോയി. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഏതായാലും ഗോട്ടിയാട്ടിലോട്ട് പോകാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ ഷോർട്ട് കട്ട് ഫൈൻഡ് ചെയ്ത്, കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെയാണ് വെക്കേണ്ട സാധനം. അങ്ങനെ വെക്കാം. ഓക്കെ, ഈ വെച്ചിട്ടുണ്ട്. ഓടാൻ റെഡി ആയിക്കോ, ഓടിക്കോ. കമല വന്നില്ല ഗൈസ്, കമല വന്നില്ല. എന്ത് പരിപാടിയാ? ഹോളി വാട്ടർ വെച്ചപ്പോൾ വന്നു. ഇപ്പോഴാണ് മനസ്സിലായി. ചില സാധനങ്ങൾ വെക്കുമ്പോൾ വരും, ചില സാധനങ്ങൾ വെക്കുമ്പോൾ വരൂല. അങ്ങനെയുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ആ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനി കമല വരാമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അതേ ചാത്തനെ തല എടുത്തിട്ട് ഒറ്റ ഓട്ടോട്ടോ കളിക്കാനായിട്ട്. വരുന്നുണ്ടാ, ഓടിക്കോ. വരുന്നുണ്ട് കമല വരുന്നുണ്ട് ഗൈസ്. ജസ്റ്റ് മിസ്. കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ എൻ്റെ ജീവൻ കമലയുടെ കയ്യിലിരുന്നാനായിരുന്നു ഗൈസ്. എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെടും. ഏതായാലും ഈ റൂമിൽ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഏതായാലും ഹോളിലോട്ട് പോയിട്ട് ഈ തല അവിടെ കൊണ്ടുവച്ച് ആ സീക്രട്ട് റൂമിൽ കയറിയിട്ട് ആ പെട്ടി അങ്ങോട്ട് തുറക്കാൻ നോക്കാം ഗൈസ്. ഓക്കെ, ഇതാ ക്യാബിനറ്റ് അല്ലേ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് ഇതവിടെ കൊണ്ടേ വെക്കണോ അല്ലേ? ഞാൻ മറന്നുപോയി ഗൈസ്. ഏതായാലും നമുക്കത് അവിടെ കൊണ്ടേ വെക്കാം. അതുവരെ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക പ്ലീസ് ഗൈസ്. ഞാനൊന്ന് സങ്കടപ്പെട്ടാണ് പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇവിടെ കലണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേത് കലണ്ടർ? ഇത് മാതൃഭൂമിയോ മനോരമയോ? ഓക്കെ, ഇവിടെ വിളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തുനിന്ന് കമല നമ്മളെ പൊക്കുമെന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. ഏതായാലും ഇതിൻ്റെ അടിക്ക് ഇറങ്ങി അങ്ങനത്തെ സെറ്റപ്പ് വേണ്ടായിരുന്നു ഗൈസ്. അടി ഡയറക്റ്റായിട്ട് പോകാനുള്ളൊരു ഇതും കൂടി ചെയ്യണമായിരുന്നു മേടിക്കണം. പക്ഷേ ഇത് കുറച്ച് ഷോക്ക് പോയി. ഇനി ഏതായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഏതായാലും നേരെ ഹോളിലോട്ട് ചാടാൻ കഴിയും. കമല ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട് പുറകേൽ. വരണമെങ്കിൽ വരട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കമലേനെ ആരെയും പേടിയില്ല. കമലയുടെ മോളാ. ആരെങ്കിലും വരട്ടെ ഇങ്ങോട്ട് കയറി. പൂട്ടാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടിഞ്ഞ് എൻ്റെ അടുത്ത കളി പണി കിട്ടി ഗൈസ്. കമല ഞങ്ങളെ പൂട്ടി. ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. ഓക്കെ, കട്ടയുടെ മറ്റേ പസിലാണ് ഗൈസ്. നിങ്ങൾ ആ PC കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഈ കട്ട എടുക്കട്ടെ. എന്താ ഇത് കുറച്ച് പാടാണ്ടോ കളിക്കാനായിട്ട് ഫോണിലാവുമ്പോൾ. കമല, നിനക്ക് എന്നെ കൂട്ടാൻ കഴിയില്ല. ഞാൻ നിന്നെ നീ പൊട്ടിക്കാത്ത എന്നിട്ട് കൂട്ടിക്കളയും എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ കമല ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൂട്ടാൻ ചാൻസ് ഉണ്ട്.
ഓടറാ അവിടെ ഒരു ഒളിക്കാനുള്ള സ്ഥലമുണ്ട്. പിടിച്ച് കമല പിടിച്ച് ഗൈസ്. കമലേനെ മണിച്ചിത്രത്തായിട്ട് കൂട്ടാൻ വന്നാണ്. ഏതായാലും എന്നെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കമല എന്നെ മണിച്ചിത്രത്തായിട്ട് കൂട്ടിയിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ വീഡിയോ എത്ര ഉള്ളൂ, മാക്സിമം എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് കമല ഞങ്ങളെ കൂട്ടാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. തീയിലോട്ട് അങ്ങോട്ട് ഇടാൻ പോവാണ് കമല. ബൈ കമല, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.